പാട്ടിൻ്റെ കൂട്ടുകാർ എന്ന സംഘടനയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അതിൻ്റെ പ്രസിഡൻ്റാണ് വേണുഗോപാൽ സാർ. അതിൻ്റെ ഒരു പോഷക സംഘടനയുണ്ട് വനിതകൾക്ക് മാത്രമായിട്ടുള്ള, അത് വാനമ്പാടി എന്നാണ് സംഘടനയുടെ പേര്. ഞങ്ങളുടെ ഒരു പ്രോഗ്രാം 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ആ വിഷയം പറയാനാണ് ഞങ്ങൾ പ്രസ് മീറ്റ് കൂടിയത്. ബാക്കി വിശദമായ കാര്യങ്ങൾ നമ്മുടെ പാട്ടിൻ്റെ കൂട്ടുകാരുടെ സെക്രട്ടറി പറയും. ഞാൻ ഡോക്ടർ ഡി വേണുഗോപാൽ, പാട്ടിൻ്റെ കൂട്ടുകാരുടെ അതിൻ്റെ മറ്റൊരു ഭാഗമായ വനിതാ വേദിയിലെ വാനമ്പാടികൾ എന്നറിയപ്പെടുന്ന സംഘടനയുടെ രക്ഷാധികാരി. അപ്പം ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി വേണ്ട സഹായം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുകയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി 1200 പേരെ ചേർത്ത് കനകക്കുന്നിൽ ഒരു ദേശഭക്തി ഗാനവും ഒരു ദേശീയ ഗാനവും ആലപിച്ചിരുന്നു. അതിനു മുന്നേ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ വേനൽ ചൂടിൽ നിന്നും രക്ഷപ്പെടുന്നതിനേക്ക് ഞങ്ങൾ സംഭാര വിതരണം സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നടന്നിരുന്നു. അന്ന് ഇതിൽ മാധ്യമപ്രവർത്തകരെല്ലാം നമുക്ക് വേണ്ട സഹായം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ പാട്ടിൻ്റെ കൂട്ടുകാർ നടത്തിയ ഈ 1200 പേരെ സംഘടിച്ച ആ പരിപാടിയിൽ ഇവരെല്ലാം സഹകരിച്ചിരുന്നു. അപ്പം ഇതിനും എല്ലാ സഹകരണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. നവംബർ 1-ാം തീയതി കേരളപ്പിറവി. അന്നേ ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ 1000 പേർക്ക് മധുരം വിതരണം ചെയ്യും. മധുരമെന്ന് ഉദ്ദേശിക്കുന്ന പായസ വിതരണമാണ്. അതിനോടൊപ്പം 1000 വൃക്ഷത്തൈകൾ നൽകി അത് എല്ലായിടത്തേക്കും നടുന്നതിനും സ്കൂളിലും മറ്റുള്ള നടുന്നതിനുള്ള എല്ലാ പരിപാടികൾക്ക് വേണ്ടി കിടക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ പാട്ടിൻ്റെ ആൾക്കാരാണ്. പാട്ടിൻ്റെ കൂട്ടുകാരെന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. പാട്ടുകൾ പാടുന്നു, കേരളത്തിനെ പറ്റിയുള്ള പാട്ട്, കേരളം കേരളം എന്നുള്ള പാട്ട് എല്ലാ ഗായകരും കൂടെ ചേർന്ന് പാടുന്നതിനൊപ്പം തന്നെ മറ്റേ ഓരോരുത്തരും അവരുടെ രീതിയായിട്ടുള്ള പാട്ടുകൾ കേരളത്തിനെ പറ്റി പാട്ടി അന്ന് പാടിയോടൊപ്പം ഞങ്ങൾ എല്ലാവരും സന്തോഷിപ്പിച്ച് അതുപോലെ പായസ വിതരണം ചെയ്ത് അന്നത്തെ ഒരു ദിവസം മനോഹരമാക്കി തീർക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ പാട്ടിൻ്റെ കൂട്ടുകാരുടെ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ നായർ, പിന്നെ അതിൽ തന്നെ വനിതാ വേദിയുടെ വാനമ്പാടികൾ എന്നറിയപ്പെടുന്ന സംഘടനയുടെ പ്രസിഡന്റ് ബേബി സുചിത്ര, വൈസ് പ്രസിഡന്റ് പനച്ചിമോദ് ഷാജ. അപ്പം നമ്മുടെ പുറകിൽ ഇതിൽ ബാക്കിയുള്ള എല്ലാ ഭാരവാഹികളും ഒന്ന് അവർ പരിചയപ്പെടുത്തും. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടുള്ള ഇതിനെപ്പറ്റി അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ആദ്യമായി ഞാൻ പാട്ടിൻ്റെ കൂട്ടുകാരുടെ പ്രസിഡന്റ് ശ്രീ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. രക്ഷാധികാരി സുചിത്രയും സൂചിപ്പിച്ചതുപോലെ പാടുവാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ പരമാവധി പൊതുവേദികളിൽ എത്തിക്കുക എന്നാണ് പാട്ടിൻ്റെ കൂട്ടുകാരെന്ന ചാരിറ്റി മ്യൂസിക് ക്ലബും അതിൻ്റെ വനിതാ വിഭാഗമായ വാനമ്പാടിയും സംയുക്തമായി കേരളപ്പിറവി ദിനത്തിൽ നവംബർ 1-ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന പേരിൽ ഐക്യ കേരള രൂപീകരണത്തിൻ്റെ 68-ാം വാർഷികം ആഘോഷിക്കുന്നു. 1000 പേർക്ക് പായസ വിതരണവും 1000 ഫലവൃക്ഷത്തൈകൾ ഉൾപ്പെടെ വിതരണ ഉദ്ഘാടനവും, ഒപ്പം പാട്ടിൻ്റെ കൂട്ടുകാരും വാനമ്പാടികളും കേരളീയ വസ്ത്രം ധരിച്ച് കേരളത്തെക്കുറിച്ചുള്ള ഗാനങ്ങൾ ആലപിക്കുന്നു. പുതുതലമുറയ്ക്ക് കേരളത്തെക്കുറിച്ചുള്ള അറിവ് പകർന്ന് ലൈവ് കിസ് എന്ന പ്രോഗ്രാമും വെറൈറ്റി ആയിട്ട് നമ്മൾ നടത്തുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്
വേനൽ ചൂടിൽ 1000 പേർക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഭാര വിതരണം നടത്തിയിരുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും ഭിന്നശേഷിക്കാരുടെയും കാഴ്ച പരിമിതക്കാരുടെയും ക്യാൻസർ രോഗബാധിതരുടെയും പുനരധിവാസ കേന്ദ്രത്തിലും അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും മാസത്തിൽ 2 പ്രാവശ്യം മുടങ്ങാതെ ഭക്ഷണ വിതരണവും അവരുടെ മാനസിക ഉല്ലാസത്തിന് ഗാനാലാപനവും പാട്ടിൻ്റെ കൂട്ടുകാർ നടത്തി വരുന്നു. 2010 ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആഗസ്റ്റ് 15 കനകക്കുന്നിൽ പാട്ടിൻ്റെ കൂട്ടുകാർ സംഘടിപ്പിച്ച തലസ്ഥാനം എൻ്റെ ദേശത്തിനായി പാടുന്നു എന്ന പ്രോഗ്രാമിന് ലോക റെക്കോർഡ് നേട്ടവും കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ദൃശ്യ, പത്രമാധ്യമ, സോഷ്യൽ മീഡിയ വേണ്ട പ്രചരണം ഈ 1-ാം തീയതിയുള്ള പരിപാടിക്ക് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ തലസ്ഥാനത്തിൻ്റെ സാംസ്കാരിക നഗരത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ എല്ലാ കൂട്ടുകാരും ചേർന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വന്ന് പാടുകയാണ്. മറ്റു പരിപാടികളെ പോലെ തന്നെ നല്ല രീതിയിലുള്ള മാധ്യമ കവറേജ് സഹോദരി സഹോദരന്മാർ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യരെ എല്ലാ പത്ര ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പാട്ടിൻ്റെ കൂട്ടുകാരുടെ കഴിഞ്ഞ പരിപാടികൾക്കൊക്കെ നിങ്ങൾ വേണ്ടത്ര പ്രോത്സാഹനവും സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആഗസ്റ്റ് 15 പരിപാടി വൻ വിജയമാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷവും വളരെയധികം പ്രാധാന്യത്തോടെ ആ വാർത്ത പ്രസിദ്ധീകരിക്കുകയും പല ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇത് ലോകശ്രദ്ധ നേടുകയും ചെയ്തു. അങ്ങനെയാണ് ടാലന്റ് വേൾഡ് റെക്കോർഡിന് ഞങ്ങൾ അർഹരായത്. ഇത്തരം പരിപാടികൾക്ക് എപ്പോഴും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ കേരളീയ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മുടെ ഗായകരൊക്കെ ഗാനം ആലപിക്കുവാൻ ഇവിടെ എത്തിച്ചേരുന്നത്. അതിന് എല്ലാവിധ പ്രോത്സാഹനം തരണം. തുടർന്നും ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും നമ്മുടെ ഈ റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും പാട്ടിൻ്റെ കൂട്ടുകാരുടെ പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.